പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകം മുഴുവൻ ഭവനത്തിൻ്റെയും അമ്മയായ മറിയത്തെ വിളിച്ച് നമുക്ക് അപേക്ഷിക്കാം. എല്ലാ മക്കൾക്കും ആദ്യത്തെ അമ്മയാണ് യേശുവിൻ്റെ അമ്മ, നമ്മുടെ അമ്മ. ആ അമ്മയെ വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും പുത്രൻ രക്ഷപ്രാപിക്കും. ദൈവകൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് ക്രിസ്തീ കർത്താവ് ഞങ്ങളുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, ഭാവിയിലായി ഞങ്ങൾക്ക് വേണ്ടി പോയടവരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നലെ നമ്മൾ 91 സങ്കീർത്തനം ധ്യാനിക്കുകയായിരുന്നു. 1 മുതൽ 8 വരെ ബന്ധിക്കുകയായിരുന്നു നമ്മുടെ കുടുംബങ്ങളെ, മക്കളെ, മാതാപിതാക്കളെ, ഭവനത്തിൻ്റെ ഓരോ മുറികളും പറമ്പും എല്ലാം ബന്ധിച്ച് ബഹിഷ്കരിച്ച് പോവുകയായിരുന്നു. ഇന്ന് നമ്മൾ അതേ വചനം തുടരുന്ന സങ്കീർത്തനം 9 മുതൽ 16 വരെയുള്ള വചനമാണ് ധ്യാനിക്കുന്നത്. ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു മനുഷ്യ ജീവിതത്തിൽ ഈ ബൈബിളിലുള്ള വചനങ്ങളെക്കാളും ഏറ്റവും ശക്തിയേറിയ ഒരു വചനമാണ് 91 സങ്കീർത്തനം 1 മുതൽ 16 വരെ. ഇതൊരു മനുഷ്യൻ, ഒരു വ്യക്തി, സഹോദരിയായാലും കൊള്ളാം, സഹോദരനായാലും കൊള്ളാം, മാതാപിതാക്കളായാലും കൊള്ളാം, കാണാപ്പാഠം അറിഞ്ഞിരിക്കണം. അത് അവൻ്റെ ജീവിതത്തിലെ ഒരു വഴിയായിരിക്കും. വളരെ അർത്ഥമുള്ള വചനമാണ് 91 സങ്കീർത്തനം. അത് ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയം അത് ചൊല്ലിയിരിക്കണം. ഒന്നിലെ പ്രഭാതത്തിൽ, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ 7 മണിക്കുള്ള ജപമാലയിലൂടെ ചൊല്ലിക്കഴിയുമ്പോൾ ഈ വചനം നമ്മൾ ദിവസവും വായിക്കണം. അതൊരു 10 ദിവസം വായിച്ചു കഴിയുമ്പോൾ നമ്മളത് കാണാപ്പാഠം പഠിക്കും. എനിക്കിത് അറിയില്ലായിരുന്നു. ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഒരു വചന പ്രഭാഷകൻ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ്, ചേട്ടാ, 91 സങ്കീർത്തനം ദിവസം വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 7 കൊല്ലമായിട്ട് ഇന്ന് വരെ ഈ വചനം മുടക്കിയിട്ടില്ല. വായിച്ചുകൊണ്ടേയിരിക്കും എല്ലാ ദിവസവും കാണാപ്പാടും. അപ്പോൾ അതിൻ്റെ ശക്തി ഭയങ്കരമാണ്. ഒരു ദിവസം മുടങ്ങാണ്ട് ഒരു വചനം നമ്മൾ അതരങ്ങളിലൂടെ ഉരുവിടുമ്പോൾ അതൊരു വാളായി നമ്മുടെ ഭവനത്തിൽ വസിക്കാൻ തുടങ്ങും. നമ്മൾ താമസിക്കുന്ന ഭവനം യേശുവിൻ്റെ അമ്മയുടെ ഭവനമായിട്ട് മാറണം. നമ്മൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ ഭിത്തികളിലെല്ലാം, വാതിലുകളെല്ലാം, ജനലുകളെല്ലാം ജീവനുണ്ട്. ജീവനോടുള്ള നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒറ്റ സെക്കൻഡ് മതി അത് കുലുങ്ങി കേട്ടു പോയത്. അപ്പം ആ ഭൂമി, ജീവിക്കുന്ന ഭൂമിയുടെ മുകളിലാണ് നമ്മൾ ഭവനം പറഞ്ഞ് ജീവിക്കുന്നത്. അപ്പം ആ ഭവനത്തിൽ ഒരു കാരണവശാലും പൈശാചികൾക്ക് ഇടം കൊടുക്കരുത്. എന്താണ് പൈശാചികം? അവൻ ആദ്യം നമ്മളെ വീഴ്ത്തുന്നത് മദ്യത്തിലേക്കാണ്. മദ്യം അവൻ കുടിപ്പിക്കും. മദ്യം എന്ന പിശാച് നമ്മൾ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ വിട്ടുപോകാൻ വളരെയധികം പ്രയാസം. മദ്യത്തിലൂടെയാണ് അവൻ നമ്മുടെ ഓരോ മ്ലേച്ഛതയിലേക്ക് കടത്തിക്കൊണ്ടുപോകുക. ഒരു വ്യക്തി ഒരു ഭവനത്തിൽ കുടിയും മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ ദുഷ്ടശക്തി കുടുംബത്തിൽ വസിക്കും. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുകയില്ല. തിരിച്ചറിയണം. നമ്മുടെ എല്ലാ വീടുകളിലും ഫാനുണ്ടല്ലേ, അത് കറങ്ങുന്നുണ്ട്. അതിൻ്റെ കാറ്റ് എവിടെ നിന്നും വരുന്നു, എവിടേക്ക് പോകുന്നു നമ്മൾ അറിയുന്നില്ല. ഇതുപോലെയാണ് സാത്താൻ വന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ, ഒരു മുറിയിൽ വന്നിരിക്കുന്നുണ്ടാവും. അതിലൂടെ നമ്മളെ അവൻ ഉപദ്രവിക്കാൻ നോക്കും. അതിലൂടെ നമ്മളെ നശിപ്പിക്കാൻ നോക്കുക. കാരണം
മദ്യം എന്ന പിശാച് നമ്മുടെ കുടുംബത്തിൽ കയറി പറ്റിയാൽ അവൻ ഒരു കാരണവശാലും പുറത്തു പോകുന്ന പ്രശ്നമില്ല. ക്രിസ്തുവിനല്ലാണ്ട് ഈ മദ്യം എന്ന പിശാചിനെ പുറത്താക്കാൻ സാധ്യമല്ല. യേശുവേ നന്ദി, യേശു ആരാധന. വചനം ശ്രവിക്കാം. 9 സങ്കീർത്തനത്തിലെ 9 വാക്യം. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതത്തിൽ നീ വാസം ഉറപ്പിച്ചു. നീ കർത്താവിൽ ആശ്രയിക്കണം. കർത്താവാണ് നമുക്ക് ഭവനം ഒരുക്കി തരുന്നത്. അത് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ അമ്മ നമ്മുടെ ഭവനത്തിലുണ്ടാകണം. അപ്പോഴാണ് വീട്ടിലെ കുറവുകൾ കണ്ടെത്തുന്നത്. വീട്ടിൽ എന്തെല്ലാം കുറവുകളുണ്ടല്ലേ? പല പല കുറവുകളുണ്ട്. മക്കളുടെ കുറവ്, മക്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ കുറവ്, അവരുടെ ജോലി മേഖല സ്ഥലങ്ങളെല്ലാം വളരെയധികം പ്രയാസത്തിലാണ് ഒരു കുടുംബം നമ്മൾ കടന്നു പോകുക എന്ന് പറയുന്നത്. എത്ര സമ്പത്തുണ്ടെങ്കിലും ആ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബവും ഉണ്ടാകില്ല. കാരണം കർത്താവ് കൂട്ടി യോജിപ്പിച്ചതിനെ വീർപ്പെടുത്താൻ അലറുന്ന സുമുഖം പോലെ പിശാച് തൂകി നടക്കുന്നുണ്ട്. നമ്മളറിയുന്നില്ല, കാണുന്നില്ല. 10 വാക്യം. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. യേശു പറയുന്നു, അവനിൽ ആശ്രയിച്ചാൽ നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. എന്താണ് തിന്മ? ദുഷ്ടശക്തികളുടെ ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ സമീപിക്കുകയില്ല. എന്നാണ് ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ സമീപിക്കുകയില്ല. കൂടാരം, വീട്ടിൽ സംഭവിക്കില്ല. കർത്താവിൽ ആശ്രയിക്കണം. ഈ 99 സങ്കീർത്തനം 1 മുതൽ 16 വരെ ജീവന്റെ വചനം ദിവസവും വായിക്കണം. ഇഷ്ടംപോലെല്ലാം നമ്മൾ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെ നിന്ന് വഴക്ക്, വൈരാഗ്യം, വെറുപ്പ്, ദേഷ്യം, മുൻകോപം, കടബാധിത രോഗപീഠകളെല്ലാം വിട്ടുപോകും. എല്ലാം വിട്ടുപോകും. 99 സങ്കീർത്തനം നിങ്ങൾ വായിച്ചു നോക്കണം. ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു ഹൈന്ദവ സഹോദരൻ കൊറോണ കാലത്ത് കൊറോണ പിടിച്ച് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ICUവിൻ്റെ അടുത്ത് പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു രക്ഷയില്ല, ആൾ മരിക്കും. മാക്സിമം 24 മണിക്കൂർ, അത് കഴിഞ്ഞാൽ അവൻ മരിക്കും. അപ്പോൾ അവിടെ ഒരു പ്രവാചകൻ, ഒരു വചനപ്രഘോഷകൻ അവിടെ കയറി വരികയാണ്. ഇവനെ കാണാനല്ല, അവിടെ എന്തോ കാര്യത്തിന് വന്നപ്പോൾ ഇങ്ങനെ ഒരുത്തം കിടക്കുന്നത് കണ്ടു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ കുറയണം, മരിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആൾക്കാർ പുറത്തു നിന്ന് കരയും. അവനൊരു ഹൈന്ദവ സഹോദരനായിരുന്നു. ഉടനെ ഇയാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നീ 99 സങ്കീർത്തനം വായിക്കാൻ പറഞ്ഞു. എന്നിട്ട് അയാൾ അത് എഴുതി കൊടുത്തു. ഇത് വായിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അവനത് വായിച്ച് ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ അവനത് വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 3 ദിവസം അല്ല, ഒരാഴ്ച കഴിഞ്ഞ് ഇയാൾ വീണ്ടും ആ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഇയാളെ ഒന്ന് കാണാമെന്ന് കരുതി. അങ്ങനെ റിസപ്ഷനിലേക്ക് ചോദിച്ച്, ഇങ്ങനൊരു ഒരു രോഗിയുടെ കിടപ്പുണ്ടായിരുന്നല്ലോ, അദ്ദേഹം എനിക്ക് അത് 2-ാം ദിവസം ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയല്ലോ, സുഖപ്പെട്ടു, കൊറോണയൊക്കെ മാറിക്കുമെന്ന് പറഞ്ഞു. 99 സങ്കീർത്തനം അവനെ ജീവനിലേക്ക് കൊണ്ടു. അത്ര ശക്തിയുണ്ട് 99 സങ്കീർത്തനത്തിൻ്റെ വചനത്തിന്. ആ വചനം അവനെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വീണ്ടും പറയണ യേശു, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. വീണ്ടും പറയണം 11-ാം വാക്യം. നിന്റെ വഴികളിൽ നിന്നെ കാത്തു ഫലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. യേശുനാഥൻ ഈ വചനമൊക്കെ വായിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവദൂതൻ നമുക്ക് കാവലായിരിക്കും. വേറെ എന്താണ് വേണ്ടത്? മനുഷ്യൻ കാവൽ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ദൂതൻ കാവൽ നിന്നാൽ കാവലായിരിക്കും.
അതും ദൈവദൂതൻ. ആലോചിച്ച് നോക്കി. യേശുവെ നന്ദി, യേശുവെ ആരാധന. വീണ്ടും പറയണ 12-ാം വാക്യം, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ കണ്ടു കാണും, ആലുവയിൽ കമ്പനിപ്പടി അവിടെ ഒരു ഇലക്ട്രോണിക് ട്രെയിൻ വന്നിട്ട് ഒരുത്തിനെ തട്ടി അദ്ദേഹം മരിച്ചുപോയി. ബോധമില്ലാണ്ട് കുറേ നേരം അവിടെ കിടന്നു. പിന്നെ കൊണ്ടുപോയി അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. കാരണം അടുത്തെത്തിയപ്പോഴാണ് കാണുന്നത്. എന്താ മനുഷ്യൻ നമ്മളൊരാൾ ജീവിക്കുന്നുണ്ടല്ലേ, എന്ത് ഉറപ്പിലാണ് നമ്മൾ പുറത്തോട്ട് യാത്ര ചെയ്യുന്നത്? ദൈവം ഇല്ലാണ്ട്, ദൈവപുത്രനില്ലാണ്ട്, അവൻ്റെ പരിശുദ്ധാത്മാവില്ലാണ്ട്, അവൻ്റെ ദൂതനില്ലാണ്ട് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് ലോകത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കാലം പെട്ടെന്ന് അവൻ കൊണ്ടുപോകാൻ നോക്കും, പല വിധത്തിലും കൊണ്ടുപോകും. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നമ്മൾ നടക്കുന്നതെങ്കിലും അവൻ കൂടുകയുണ്ടെങ്കിൽ അവൻ്റെ ഊനുപടിയും തെണ്ടും നമുക്ക് ഉറപ്പേകുന്ന വടിയാണ് യേശുനാഥൻ്റെ കയ്യിലിരിക്കുന്നത്. പല വടികളുണ്ട് അവൻ്റെ കയ്യിൽ. ദൂതൻ്റെ വടിയുണ്ട്, ആവൽ മാലാഹമാരുടെ വടിയുണ്ട്, വിശുദ്ധാത്മാവിൻ്റെ വടിയുണ്ട്. വഴി നടത്തും. പക്ഷെ വചനത്തിലൂടെ കടന്നു പോകണം. ലോകത്തിലൂടെ കടന്നു പോകണവന് ഗ്യാരണ്ടിയില്ല. എപ്പോഴാണ് മൂക്കിൽ പഞ്ഞി വയ്ക്കണമെന്ന് അറിയാൻ പറ്റില്ല. ലലിയ 13-ാം വാക്യം, സിംഹത്തിൻ്റെയും അണലുടെയും മേൽ നീ ചവിട്ടി നടക്കും. യേശു പറയുന്നു, സിംഹം എന്താ സാധനം? അടിച്ച് കീറുവാൻ, ചീന്തിക്കളയും. അണലി കൊത്തിയാൽ കൈ കിടക്കണ വള ഊരേണ്ട താമസമേ ഉള്ളൂ, അപ്പം തന്നെ ജീവൻ പോകും. അത്ര വിഷമാണ് അണലി. ചെറുതുകൊണ്ട് വലുതുകൊണ്ട് പലതുകൊണ്ട് അല്ലേ അണലിയ. അതിൻ്റെ മേൽ നീ ചവിട്ടി നടക്കുന്നതാണ് പറയണേ. അണലിയുടെ മേൽ ചവിട്ടി നടന്നാലും അതിനെ ഉപദ്രവിക്കുകയില്ല. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മിതിക്കും. ചവിട്ടി മിതിക്കുകയാണേക്കോ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആരെ ഭയപ്പെടണം? ഒരാളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുനാഥൻ. ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ശക്തി പ്രാപിക്കും. തിരിച്ചറിയണം. എന്നുള്ള ഞാൻ 9-ാം സങ്കീർത്തനം 1 മുതൽ 8 വരെ ബന്ധിക്കുകയായിരുന്നു എല്ലാ കുടുംബങ്ങളും. ഇത് വചനം കേട്ട എല്ലാ മക്കളെയും ഞാൻ ബന്ധിച്ച് ദൈവക്ഷണിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാവർക്കും സാധിക്കില്ല. വേണ്ട ഒരുക്കം വേണം. സാത്താനെ ബന്ധിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഒരുങ്ങണം. വളരെയധികം ഒരുങ്ങാനുണ്ട്. വളരെയധികം ഒരുങ്ങിയെങ്കിൽ മാത്രമേ അവനെ ബന്ധിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൻ നമ്മളെ തട്ടിക്കളയും, പല വിധത്തിലും തട്ടിക്കളയും. ഏട്ടത്തിക്കളയും നമ്മളെ. അത്ര ഗൗരവമേറിയതാണ് സാത്താൻ. പക്ഷെ ഒരുങ്ങണം. 1-2 വർഷമൊന്നുമല്ല. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ പ്രാർത്ഥനയും 24 മണിക്കൂറിൽ 10 മണിക്കൂറും പ്രാർത്ഥന ചെയ്തെങ്കിലും മാത്രമേ സാത്താനെ ബന്ധിക്കാൻ പറ്റുള്ളൂ. അടുക്കില്ലാതെ എന്നോട് ഒരു പ്രവാചകൻ തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ചിലപ്പോൾ ഞാൻ ബന്ധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ അങ്ങനെ ബന്ധിക്കില്ല കേട്ടാ, അവൻ ഭയങ്കര വചന പ്രവേശനമാണ്. എന്നിട്ട് ഞാൻ എന്ത് പറ്റി? ഇതുപോലെ ഞാൻ ഒരാളെ ഇങ്ങനെ ബന്ധിച്ചു. അന്ന് എനിക്ക് കിടക്കാൻ പറ്റില്ല. പേടി, ഭയം. പുറത്ത് ഇറങ്ങുമ്പോൾ ഞാൻ കാല് തട്ടി വീഴുന്നു, പല ഇതും. അപ്പം ഞാൻ ഒരു കപ്പൂച്ചിനോട് പോയി ചോദിച്ചു, പറഞ്ഞു, നീ ഇങ്ങനെ ബന്ധിക്കുന്നുണ്ടാവുക, അപ്പോൾ നീ ഒരിക്കലാണ്ട് ബന്ധിക്കരുത്, സാധാരണ ബന്ധിക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പിന്നെ ബന്ധിക്കണില്ല നോക്കിയേ. അപ്പം പറഞ്ഞു, ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല. അവൻ്റെ വിശ്വാസം അവിടെ പോയി. ഞാൻ ബന്ധിക്കുമെന്ന് പറഞ്ഞു. ഞാനൊരു റൗണ്ട് ഇങ്ങനെ വരച്ചു അവൻ്റെ മുമ്പിൽ വെച്ചിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാത്താനെ ഇതിനകത്ത് നിർത്തുമെന്ന് പറഞ്ഞു. അത് വെറുതെ ഒന്നല്ല, ഒരുക്കിയിട്ടാണ്, വില കൊടുത്തിട്ടാണ്. കർത്താവിൻ്റെ മുമ്പിൽ വില കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. അല്ലാണ്ട് ബന്ധിക്കാൻ പറ്റില്ല. ഇങ്ങനെ അടിക്കും, പുറത്തിറങ്ങി അടിക്കും, കാല് തട്ടി വീഴാണ്, എഴുന്നേക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. 14-ാം വാക്യം, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും.
സ്നേഹത്താൽ അവൻ എന്നോട് ഒട്ടി നിൽക്കണം. അതാണ്, അങ്ങനെ ഒട്ടി നിന്നെങ്കിൽ മാത്രമേ സാത്താനെ ബന്ധിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സാത്താൻ കറി കടിക്കും, നമ്മളെ വെട്ടിക്കളയും, അരിഞ്ഞുകളയും. നമ്മളറിയാൻ പറ്റില്ല, അറിയില്ല. ലോകം പൂർണ്ണമായിട്ടും വിടണം, പൂർണ്ണമായിട്ടും. യേശുവേ നന്ദി, യേശുവേ ആരാധന. അവനെ ഞാൻ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് കണ്ടോ, അവൻ എൻ്റെ നാമം അറിയണം. യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമത്തിലാണ് ഞാൻ ബന്ധിക്കുന്നത്. എൻ്റെ നാമത്തിലോ അയൽവാസികളിലോ കുടുംബത്തിലോ നസ്രനായ യേശുവിനെ നമുക്ക് ബന്ധിക്കുന്നത്. അതും ജീവന്റെ വചനമയച്ച് ബന്ധിക്കുമ്പോൾ അത് ബന്ധിച്ചാൽ ബന്ധിച്ചതാണ്. യേശു പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് മൃഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പക്ഷെ അവനോട് ഒട്ടി നിൽക്കണം, അവനോട് ചേർന്ന് നിൽക്കണം, ചേർന്ന്. എങ്കിൽ മാത്രമേ അത് രക്ഷിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. കണ്ടാ, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ നാമത്തിൽ അത്ര പെട്ടെന്നൊന്നും ആർക്കും ബന്ധിക്കാൻ പറ്റില്ല. ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ യേശുനാഥൻ വന്നിരിക്കും. യേശു നാമം പറയുമ്പോൾ തന്നെ സാത്താൻ അലറും. യേശു നാമം പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. അവൻ്റെ എന്ത് കഷ്ടത വന്നാലും യേശുനാഥൻ അവൻ ചേർന്ന് നിൽക്കും. അതാണ് ദൈവാനുഗ്രഹം. കർത്താവ് കൂടെയുള്ളവൻ ഭയപ്പെടേണ്ട. അവൻ്റെ കരങ്ങളിലാണ്. അവനെ എടുത്തുകൊണ്ട് നടക്കുന്നത് യേശുനാഥൻ. അവനോട് ചേർന്ന് നിൽക്കണം. ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഓരോ വചനവും നമ്മളെ വഴി നടത്തും. ഓരോ വചനവും വഴി നടത്തും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. മഹത്വപ്പെടുത്തുകയും ചെയ്യും. സാത്താനെയൊക്കെ ബന്ധിക്കുമ്പോഴല്ലോ, കർത്താവ് കൂടെയില്ലെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ ശ്വാസം എപ്പോൾ പോകണമെന്ന് ചോദിച്ചാൽ മതി. ഉറങ്ങിക്കിടന്ന സമയത്ത് നമുക്ക് കഴുത്തെ പിടിച്ച് നീക്കി കൊന്നാൽ മതി. അല്ലെങ്കിൽ കട്ടേന്ന് പിടിച്ച് വലിച്ച് താഴെ ഇടും. എന്നെ നീ ബന്ധിക്കാറായണം എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ നമ്മൾ ഉറങ്ങുമ്പോഴെല്ലാം കർത്താവിൻ്റെ ദൂതൻ കാവലായിരിക്കും. തൊട്ടാൻ സമ്മതിക്കില്ല. വീടിന് ചുറ്റും 90-ാം സങ്കീർത്തനത്തിൻ്റെ വചന വേലി കെട്ടിക്കളയാണ്. ദൂതൻ വേലി കെട്ടിക്കളയും. സാത്താൻ്റെ കിങ്കരന്മാരോ അടുക്കാൻ പറ്റില്ല. ജോബിനെ വേലി കെട്ടിയതുപോലെ. അറിയാമോ? കർത്താവ് അറിയാണ്ട് ഒരനർത്ഥവും നിന്റെ കൂടാരത്തിൽ സംഭവിക്കുക. അവിടുന്ന് ഒന്നാം സ്ഥാനം കർത്താവിന് സ്വീകരിച്ചിരിക്കണം. ഒന്നാം സ്ഥാനം. ഹല്ലേലൂയ. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ രക്ഷിക്കും. ദീർഘായുസ്സ് തന്ന് അവൻ രക്ഷിക്കുന്നുണ്ട്. എന്താ? ദീർഘായുസ്സ് തന്ന് രക്ഷിക്കും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. അവൻ്റെ രക്ഷ നമുക്ക് അവൻ കാണിച്ചു തരും. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ വീണ്ടും വചനമയച്ച് കർത്താവിൻ്റെ കുരിശിനാൽ ബന്ധിക്കാൻ പോവുകയാണ്. ബന്ധിച്ച് ബഹിഷ്കരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ഡെലിവറൻസിന്റെ പ്രാർത്ഥന നിന്റെ കുടുംബത്തില് നാരക ശക്തികള്, അന്ധകാര സേനകള്, സംശയങ്ങള്, രോഗങ്ങള്, നികൃഷ്ട ജീവികള്, പ്രകൃതി വിരുദ്ധ ശക്തികള്, തൊഴിൽ തടസ്സങ്ങള്, സാത്താൻ സേവകള്, പൈശാചിക ശക്തികള്, പ്രകൃതി വിരുദ്ധ ശക്തികള് ബന്ധിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ശക്തികൾ ബന്ധിക്കുന്നുണ്ടെങ്കിൽ, നമ്മളിലുള്ള പ്രാർത്ഥനകളെ എടുത്തു കളയുന്ന ശക്തികളെ ബന്ധിക്കുന്നുണ്ടെങ്കിൽ, അത് ദൈവരാജ്യം നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിരിക്കുക. നിങ്ങൾക്കൊരു പുതിയ ഈ വർഷത്തില് പുതിയൊരു അഭിഷേകം നിങ്ങൾക്ക് കിട്ടിയിരിക്കുക. മക്കളെ സന്തോഷത്തോടെ നിറവോടെ ആത്മാവിൽ നിറഞ്ഞ് ഭയമില്ലാത്തവരായി, ആകുലതകളില്ലാത്തവരായി, വേദനകളില്ലാത്തവരായി മുന്നോട്ട് പോകുവാൻ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന, ഈ ഡെലിവറൻസിന്റെ ശുശ്രൂഷ നിങ്ങളെ സഹായിക്കട്ടെ. മക്കളെ കരങ്ങൾ കൂപ്പി പിടിച്ചോ, നമുക്ക് ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഈശോയെ വിളിച്ച മക്കളെ മറ്റുന്നവർ വിളിച്ച് ഈശോയെ എന്നിട്ട് കരങ്ങൾ കൂപ്പി പിടിച്ച് നിന്നോ.
കർത്താവ് ഈശോ, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എന്റെ പൗരോഹിത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും തരത്തില് ഏകദൈവ വിശ്വാസത്തിന് നിരക്കാത്ത ഏതെങ്കിലും ഇവരുടെ പാപത്തിലേക്ക് അടിമപ്പെടുത്തുന്ന, സാത്താൻ അടിമപ്പെടുത്തുന്ന ഏതെങ്കിലും ദുരാചാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ആചാരാനുഷ്ഠാനങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അബദ്ധ സിദ്ധാന്തങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ ഇവരെ വിടുവിക്കണമേ. യേശുവേ, മാരകപാപങ്ങളിലൂടെ ദൈവ സാന്നിധ്യത്തിന് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഈ കുടുംബങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, കർത്താവായ യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയാ ഇന്ന് വിടുതൽ കൊടുക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ സകല വസ്തുക്കളിലേക്ക്, വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. യേശുവേ, നിന്റെ നാമത്തിന്റെ ശക്തിയാ ഈ മക്കളെ, ഈ വചന ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെ ബാധിക്കുന്ന പൈശാചിക ശക്തികളെ ഞാൻ ബന്ധിക്കുക. പൈശാചിക സാത്താൻ ശക്തികളെ, തിന്മ ശക്തികളെ യേശുനാമത്തിൽ നിങ്ങളെ ഞാൻ കത്തിച്ച് ചാമ്പലാക്കി കളയുന്നു. ബന്ധനങ്ങളെ കെട്ടുകളും അഴിച്ചു കളയുന്നു. വിടുതൽ കൊടുക്കുന്ന ദൈവജനത്തിന് ദൈവശക്തിയും അഭിഷേകവും സൗഖ്യവും പ്രദാനം ചെയ്യുന്നു. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ദൈവകൃപ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ ഈ മക്കൾക്ക് ലഭിക്കട്ടെ. കൃപ നൽകുന്ന തിരുരക്തമേ ഇവരിലേക്ക് ഒഴുകണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം തിരുവചനം. സാത്താനെ ദൂരെ പോ, ആ യേശു വചനത്തിന്റെ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു. നരകസർപ്പമേ, നിന്നോട് ആജ്ഞാപിക്കുന്നു, കാൽവരിയിലെ വിശുദ്ധ കുരിശിൻ ചുവട്ടിലേക്ക് നീ മടങ്ങിപ്പോകുക. ഇനി മക്കളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പാടില്ല. നിന്നെ പാതാളത്തിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കുന്നു. നിനക്കിനി ഈ മക്കളുടെ മേൽ, ഈ വചനം കേൾക്കുന്നവരുടെ മേൽ ഒരധികാരവുമില്ല, ഒരവകാശവുമില്ല, ഒരാധിപത്യവുമില്ല. യേശുവാണ് ഞങ്ങളുടെ നാഥൻ, യേശുവാണ് ഞങ്ങളുടെ രക്ഷകൻ. അവൻ ഏക ദൈവമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. യേശുവേ, അങ്ങയുടെ തിരുരക്തക്കോട്ട, അങ്ങയുടെ പരിശുദ്ധാത്മക്കോട്ട, അങ്ങേ വിശുദ്ധ ദൂതന്മാരുടെ സംരക്ഷണക്കോട്ട, വിശുദ്ധാത്മാക്കളുടെ ശക്തിക്കോട്ട ഇവർക്കെല്ലാവർക്കും, ഇവരുടെ പ്രിയപ്പെട്ടവർക്ക് നൽകണമേ. ഇവരെ പണിതുയർത്തണമേ, പരിശുദ്ധാത്മാവിൽ പണിതുയർത്തണമേ, നിലനിർത്തണമേ. വ്യക്തികള്, വസ്തുക്കള്, സ്ഥലങ്ങള് എന്നിവയിലൂടെ കടന്നു വന്ന എല്ലാ തിന്മയുടെ കൗശലങ്ങളെ, പ്രലോഭനങ്ങളെ യേശുനാമത്തെ ഞാൻ ബന്ധിക്കുന്നു. പള്ളിക്കുന്നിലെ അമ്മയെ, ലൂർദ് മാതാവേ, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന മാതാവേ, പ്രിയപ്പെട്ട അമ്മേ, നരകസർപ്പത്തിന്റെ തല തകർത്തവളെ, സ്വർഗം അമ്മയ്ക്ക് നൽകിയിരിക്കുന്ന ആ അധികാരം ഉപയോഗിച്ച് ഈ മക്കളെ കീഴടക്കിയിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അത്ഭുതകരമായി ഇപ്പോൾ വിടുവിക്കട്ടെ, എപ്പോൾ വിടുവിക്കട്ടെ. കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ എല്ലാ തിന്മയുടെ ശക്തികളെ, എല്ലാ തിന്മയുടെ അരൂപികളെ ഐ കമാൻഡ് ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാൻ യേശു നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു. അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.